ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെറുപുഷ്പം പ്രയർ മിഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാരുണ്യ പ്രവൃത്തികളുടെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു കാലത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം പലയിടങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് അസ്വസ്ഥതയും അസമാധാനവും നിലനിൽക്കുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നോമ്പുകാലം പ്രാർത്ഥനയുടെ കാലമാണ്. പലപ്പോഴും പലരും വന്ന് പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നില്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, അത് പ്രാർത്ഥനയ്ക്കൊരു നിയമമുണ്ട്. ബൈബിൾ അനുശാസിക്കുന്ന ഒരു നിയമമുണ്ട്. ബൈബിൾ അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്. പ്രാർത്ഥനയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മറ്റു വീഡിയോകളിലും പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനമായും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം, പ്രാർത്ഥനയുടെ നിയമം. എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, പാപം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ വസിച്ച് പ്രാർത്ഥിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പല നിയമങ്ങൾ, പല രീതി പ്രാർത്ഥനയിൽ അവലംബിക്കാറുണ്ട്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ വചനം നമ്മോട് പറയുന്നത്. വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും എനിക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വിശ്വാസം പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ ഒരു മനോഭാവമാണ്. പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം ഈശോയുടെ പരസ്യകാല ജീവിതത്തിൽ അനേകം വ്യക്തികൾ കർത്താവിൻ്റെ അടുത്ത് സഹായവുമായി വരുന്നുണ്ട്, സഹായം ചോദിച്ചു വരുന്നുണ്ട്. അന്ധന്മാർ വരുന്നുണ്ട്, ചെകിടർ വരുന്നുണ്ട്, മുടന്തർ വരുന്നുണ്ട്, കുഷ്ഠരോഗികൾ വരുന്നുണ്ട്, രക്തസ്രാവക്കാരികൾ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരെല്ലാം ഈശോയുടെ അടുത്ത് സൗഖ്യത്തിനായി വരുന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നു. ഇവരോടെല്ലാം, തൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളോടെല്ലാം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്ക് ഇത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ, അങ്ങേക്ക് ഇത് ചെയ്തു തരാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ തീർച്ചയായും കർത്താവ് അവർക്ക് സൗഖ്യം നൽകും. വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ് സൗഖ്യത്തിന്റെ തോത്. എത്രമാത്രം കൂടിയ വിശ്വാസമാണോ നിനക്കുള്ളത്, അത്രമാത്രം കൂടിയ ഉത്തരം
നിനക്ക് ലഭിക്കും. അപ്പോൾ വിശ്വാസം പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യേശു സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് കഴിയും എന്ന് ദൃഢമായി വിശ്വസിക്കണം. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, നസറേത്തിൽ ഈശോ ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല എന്ന്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 58-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, നസറേത്തിൽ ഈശോ ഒരത്ഭുതവും ചെയ്തില്ല. എന്തുകൊണ്ട് നസറേത്തിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, നസറേത്തിലെ ജനങ്ങൾക്ക് ഈശോയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ഇവന്റെ അമ്മ മറിയമല്ലേ, ഇവൻ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു? നസറേത്തിലെ ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കായ്ക കൊണ്ട് ഈശോ നസറേത്തിൽ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല എന്ന വചനം സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു സൗഖ്യം നൽകുമെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും ദൃഢമായി വിശ്വസിക്കണം. ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നത് വിശ്വാസം മൂലമാണ്. ദൈവാത്മാവ് മനുഷ്യാത്മാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവാത്മാവും മനുഷ്യാത്മാവും കൂട്ടായ്മയിലാകുമ്പോൾ, അതാണ് പ്രാർത്ഥനയുടെ മൂർത്തീഭാവം. അങ്ങനെ ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള ഐക്യപ്പെടൽ നടക്കണമെങ്കിൽ പൂർണ്ണമായ വിശ്വാസം ദൈവത്തിൽ നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തിന് പകരം വയ്ക്കാൻ വിശ്വാസമല്ലാതെ മറ്റൊന്നും ഇല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു, 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, ശതാധിപന്റെ വൃദ്ധിനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണത്. മാർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിന്റെ 21-22 തിരുവചനങ്ങളിൽ യേശു ജെറൂസിന്റെ മകളെ സുഖപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. ജെറൂസ് ഈശോയോട് ആവശ്യപ്പെടുന്നു, എൻ്റെ മകൾ മരിക്കാറായി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ ജീവിപ്പിക്കണമേ എന്ന് ഈശോയോട് ജെറൂസ് ആവശ്യപ്പെടുന്നുണ്ട്. ബാലിക എഴുന്നേൽക്കുക എന്ന് ഈശോ ജെറൂസിന്റെ മകളോട് പറഞ്ഞപ്പോൾ ബാലിക തൽക്ഷണം എഴുന്നേറ്റിരുന്നു. എന്നാൽ മരിച്ച ജെറൂസിന്റെ മകൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ശതാധിപന്റെ വൃദ്ധ്യനും യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജെറൂസിന്റെയും ശതാധിപന്റെയും വിശ്വാസം അത് തീഷ്ണമായ വിശ്വാസമായിരുന്നു, തീവ്രമായ വിശ്വാസമായിരുന്നു, അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച ഈ 2 വ്യക്തികൾക്കും യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് ശതാധിപന്റെ ഭൃത്യന് സൗഖ്യം ലഭിക്കുകയും ജെറൂസിന്റെ മകൾക്ക് ജീവൻ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വാസം പ്രാർത്ഥനയ്ക്ക് അഭിവാജ്യമായ ഒരു ഘടകമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവം അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ
ദൈവമഹത്വം അവർ ദർശിക്കുകയും ചെയ്യും. വിശ്വസിക്കണം. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവരാണെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഈശോയ്ക്ക് വളരെയധികം കലശലായ വിശപ്പ്. യേശുവും ശിഷ്യന്മാരും റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അത്തിവൃക്ഷത്തെ കാണുന്നു. അത് തളർത്തു നിൽക്കുന്നു. എന്തെങ്കിലും ഫലം കാണും, അത് ഭക്ഷിക്കാമെന്ന ആഗ്രഹത്തോടു കൂടി ഈശോ ആ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് മുകളിലേക്ക് അത്തിവൃക്ഷത്തിലേക്ക് നോക്കി. എന്നാൽ യേശുവിന് ഒരു ഫലം പോലും അതിൽ ഉള്ളതായി കാണാൻ കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാതിരിക്കട്ടെ എന്ന് അത്തിവൃക്ഷത്തെ നോക്കി ഈശോ പറഞ്ഞു. എന്തു സംഭവിച്ചു? ശിഷ്യന്മാര് തിരിച്ചു വന്ന് ആ വഴിയിലൂടെ വന്ന് ആ അത്തിവൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ അത്തിവൃക്ഷം കരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അവിടുന്ന് അവർ കണ്ടത്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഈ അത്തിവൃക്ഷം കരിഞ്ഞു പോയല്ലോ. അപ്പോൾ യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഈ മലയോട് ഇവിടെ നിന്ന് മാറിച്ചെന്ന് കടലിൽ വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-22 വചനം അതാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ വിശ്വാസം എപ്രകാരമാണ്? ഒരു കടുകുമണിയോളം വിശ്വാസം എനിക്കുണ്ടോ? ഒരു കടുകുമണിയോളം വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഈ മലയോട് നീ പോയി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനഭാഗം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. വിശ്വാസത്തിന് പ്രാർത്ഥനയിൽ 1 സ്ഥാനം നൽകണം. അതിന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1 അധ്യായത്തിന്റെ 8 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, സംശയമനസ്കനും ചഞ്ചല പ്രകൃതനുമായ ഒരുവന് ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത്. സംശയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒന്നും കിട്ടുകയില്ലെന്നാ വചനം പറയുന്നേ. സംശയമനസ്കനും ചഞ്ചല പ്രകൃതനുമായ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതണ്ട, കിട്ടുകയില്ല എന്ന വചനം പഠിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവിശ്വാസിക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ചഞ്ചല പ്രകൃതനായ ഒരുവന് കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. ഈ വസ്തുതയാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട്
വിശ്വാസികളിൽ ഇന്നും ജീവിക്കുന്നു. വിശ്വാസപൂർവം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക്, നിയോഗങ്ങൾക്ക് ഈശോ ഉത്തരം നൽകും എന്ന വചനം യേശു കർത്താവാണെന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശു സൃഷ്ടാവായ ദൈവമാണെന്ന് വിശ്വസിക്കണം. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു. പിന്നെ പറയുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:3 വരുമ്പോഴേക്കും നമ്മൾ കാണുന്നു, അവനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. 1:7 വരുമ്പോൾ കാണുന്നു, വചനം മാംസം ധരിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതേ, വചനം മാംസം ധരിച്ചവനാണ് യേശുക്രിസ്തു. അവനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് വചനം പറയുമ്പോൾ യേശുവാണ് സൃഷ്ടാവ് എന്നുള്ള ബോധ്യം നമുക്ക് തരികയാണ്. യേശു മനുഷ്യകുലത്തിന്റെ പാപപരിഹാര ബലിയായി തീർന്നു, കുരിശിൽ മരിച്ചു. യേശു ഉദ്ധാനം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. യേശു വീണ്ടും വരും. യേശു രക്ഷകനാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അത് പാകണം. ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് നിറയണം. എന്താണ് വിശ്വാസം? വളരെ ലളിതമായി വിശ്വാസത്തെ വ്യാഖ്യാനിച്ചാൽ അതിപ്രകാരമാണ്: ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള യോജിപ്പാണ് വിശ്വാസം. ദൈവത്തോട് യോജിക്കണം, ദൈവവചനത്തോട് യോജിക്കണം. വിശ്വാസം എന്നത് ക്രിസ്തീയ കൃപകളുടെ എല്ലാം അടിത്തറയാണ്. വിശ്വാസത്തിന്റെ തുടക്കം എവിടെയാണ്? വിശ്വാസത്തിന്റെ തുടക്കം തുടക്കത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലാണ്. എന്താണ് തുടക്കത്തെക്കുറിച്ചുള്ള വിശ്വാസം? അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളിന്റെ തുടക്കം അതാണ്. അങ്ങനെ ബൈബിളിന്റെ തുടക്കം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വിശ്വാസത്തിന്റെ, വചനത്തിന്റെ, സുവിശേഷത്തിന്റെ ആകത്തുകയാണ് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിശ്വാസം തുടക്കത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ തുടങ്ങണം. തുടക്കത്തെക്കുറിച്ചുള്ള വിശ്വാസം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നതാണ്. സൃഷ്ടാവായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. സൃഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കാതെ ശരിയായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയില്ല. പ്രപഞ്ചത്തെയും നമ്മെയും സൃഷ്ടിച്ചത് കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിക്കണം. മാത്രമല്ല, തിരുവചനത്തിലൂടെ ദൈവം പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് വചനത്തോടുള്ള യോജിപ്പ്. ദൈവത്തോടും ദൈവവചനത്തോടുള്ള യോജിപ്പാണ്
ഹെബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 1 വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനം ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. പ്രത്യാശയോട് പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതാണ് ഉറപ്പ്. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും വേണം. അന്തരീക്ഷത്തിൽ ഇപ്പോൾ റേഡിയോ തരംഗങ്ങളുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അത് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം, അതൊരു ബോധ്യമല്ലേ? റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള റേഡിയോ തരംഗങ്ങൾ റേഡിയോ ആഗീരണം ചെയ്ത് അത് സംഭാഷണമായി നാം കേൾക്കുന്നു. അത് അന്തരീക്ഷത്തിൽ റേഡിയോ തരംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ കാണപ്പെടാത്ത ദൈവം അതുണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നാം ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. നമ്മളുടെ ഹൃദയം അറിയുന്നവനാണ് ദൈവം. ദൈവം സർവവ്യാപിയാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യത്തെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനം. യേശുക്രിസ്തുവിലുള്ള ഉറപ്പും ബോധ്യവുമാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വളരാൻ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വളരാൻ നാം വിശ്വാസം അഭ്യസിക്കണം. അത് അഭ്യസിച്ച് ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം. വിശ്വാസം സ്വാഭാവികമായി കിട്ടുന്ന ഒന്നാണെങ്കിൽ പോലും വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കണം. അതിന് വിശ്വാസം അഭ്യസിക്കണം. അതിനെന്ത് ചെയ്യണം? വിശ്വാസ സംഹിത ബുദ്ധിയിലും മനസ്സിലും ആത്മാവിലും സൂക്ഷിക്കുന്നതോടൊപ്പം വിശ്വാസത്തിൽ നാം ജീവിക്കണം. വിശ്വാസം ജീവിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ വളരുന്നത്. നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. 2 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 8 തിരുവചനം ഇപ്രകാരം പറയുന്നു: നമ്മളുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിങ്ങൾ പിന്തിരിയരുത്, നിങ്ങൾ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം അഭ്യസിക്കുന്നത് അങ്ങനെയാണ്. വിശ്വാസത്തിൽ ജീവിക്കാൻ അങ്ങനെ കഴിയും. അത് ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്.